ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജ അപശകുനമാണെന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ മുഖം കണ്ടിട്ടാണ് കേട്ടോ സൂര്യ കമ്പനിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയം ഇത് ഇന്ദ്രജയ്ക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്ദ്രജ വളരെ സങ്കടത്തോടു കൂടി തൻ്റെ അമ്മയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. എന്നാൽ ഈ സമയം പത്മയാണെങ്കിലോ അടങ്ങ് എന്നുള്ള കണ്ണിട്ട് കാണിക്കലുണ്ട് കേട്ടോ. പിന്നീട് നന്ദിനിയെയും കൊണ്ട് പുറത്തോട്ട് വരുമ്പോൾ നന്ദിനി ചോദിക്കാൻ, എന്തിനാ സൂര്യ സാർ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? അതെ, നീ കാരണം കമ്പനിക്ക് എത്ര ലാഭമാണ് വന്നതെന്നറിയോ? 20 കോടിയുടെ ലാഭമാണ് വന്നത്. അതിന് നിന്നെ കണ്ടിട്ടാണ് ഇനി എനിക്ക് കണി പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ഈ സമയം നന്ദിനി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം നന്ദിനി ചിന്തിക്കുമ്പോൾ അതിനൊരു എന്താണെന്ന് കാരണം എന്നറിയാതെ ഇങ്ങനെ സൂര്യ നിൽക്കണം. അങ്ങനെ സൂര്യ പറയണേ, എന്തായാലും ഇനി ഞാൻ കമ്പനിയിലോട്ട് പോട്ടെ, നീ കാരണം ഒരുപാട് ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഞാൻ കമ്പനിയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇറങ്ങാൻ നേരം പെട്ടെന്ന് സൂര്യ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം നന്ദിനി ഓക്കെ എന്ന് പറയണം. അങ്ങനെ വണ്ടി ഇങ്ങനെ പതിയെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ അവിടെ ഇന്ദ്രജ ഒളിഞ്ഞു നിൽക്കുന്നത് കാണാൻ കേട്ടോ. ഇത് സൂര്യ കണ്ടതിനോട് കൂടി സൂര്യ, നന്ദിനി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്ന് പറയും കേട്ടോ. ഇതേ സമയം സൂര്യ വണ്ടി നിർത്തിയിട്ട് കാറിനുള്ളിൽ തന്നെ ഡോറ് തുറന്നിട്ട്, നന്ദിനി നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നീ കാരണം കമ്പനിക്ക് ഒരുപാട് ലാഭം കിട്ടിയല്ലോ. അപ്പോൾ ഇനി എന്നും നിന്നെ കണി കണ്ട് തന്നെ എനിക്ക് കമ്പനിയിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആനന്ദ് പറഞ്ഞത് കേട്ടില്ലേ, നീ ആ കമ്പനിയിൽ കാല് കുത്തിയതിൽ കമ്പനിക്ക് ഇത്ര വലിയ നേട്ടം ഉണ്ടായി, രാശി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്, നിന്നെ കണി കാണണം. അത് കേൾക്കുന്ന സൂര്യയുടെ ഈ വാക്കുകൾ ശരിക്കും ഇന്ദ്രജയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ പറയണേ, നിന്നെ കണി കണ്ട് വേണം ഇനി എന്ന് എനിക്ക് കമ്പനിയിലോട്ട് പോകാൻ, നിന്നെ കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള മുഖമാണ് നിൻ്റേത്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നും ഈ സാരി തന്നെ എടുക്കുന്നത്? അപ്പോൾ ഇത് കേട്ടോടെ തന്നെ നന്ദിനി പറയാം, എന്താ സാറേ എൻ്റെ ഈ ഡ്രസ്സിന് കുഴപ്പം? നന്ദിനി, ഈ ഡ്രസ്സിനേക്ക് നിനക്കൊരു വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ടൂടെ? അയ്യോ സാർ, ഈ അടുക്കളയിൽ അടിച്ചു തോരുന്ന തൂത്ത് തോരുന്ന ഈ പെൺകുട്ടിക്ക് എന്തിനാ വേറൊരു ഡ്രസ്സ്? അതൊക്കെ ആണിടോ, എന്നാൽ അതിൻ്റേതായ ഒരു അന്തസ്സിൽ നടക്കിടോ. തനിക്ക് ഞാനൊരു സാരി, കുറച്ച് വെറൈറ്റി സാരികൾ കൊണ്ടുവരട്ടെ? അത് കേട്ടോടെ തന്നെ നന്ദിനി പറയാണ്, അയ്യോയ്യോ എനിക്ക് സാരിയൊന്നും വേണ്ടേ, ഇത് തന്നെ ഇപ്പം എൻ്റെ അടുത്ത് അധികമാണ്, എത്ര സാരി എൻ്റെ അടുത്ത് ഇരിക്കുന്നത്, പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള സാരികൾ എടുക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് വേണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് ശരിക്കും ദേഷ്യം പിടിക്കുക, ഇവനെന്തിനാ ഇങ്ങനെ ഇവളെ സോപ്പിടുന്നത്? അങ്ങനെ നന്ദിനി, എന്തായാലും ഞാൻ നിനക്ക് വരുമ്പോൾ കൊണ്ടുവരാം, അപ്പം നീ എന്തായാലും ഒരു കാര്യം മറക്കരുത് കേട്ടോ, ഞാൻ ഇന്ന് കമ്പനിയിലോട്ട് പോകുമ്പോഴും നീ എൻ്റെ കാറിന് മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണം, നിന്നെ കണ്ടു വേണം കമ്പനിയിലോട്ട് പോകാൻ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കുക. അപ്പോൾ ഇതൊക്കെ ഇന്ദ്രജയെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് സൂര്യ പറയുന്നത്. അങ്ങനെ ഈ സമയം നന്ദിനി പറയാണ്, സൂര്യ സാർ, എനിക്ക് സൂര്യ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഇത് പറയാവോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്ന് തോന്നുന്നു, പറയണമെന്ന്. ഞാനിത് പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ സൂര്യ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്, എൻ്റെ ചെല്ലുകുട്ടി എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കവളിൽ തലോട് കേട്ടോ. നിൻ്റെ വാക്കുകൾ എന്ത് തെറ്റ്, നിൻ്റെ വാക്കുകളൊന്നും തെറ്റാവില്ല, നീ ഓരോ വാക്കുകളും അത് അത്രയും മൂല്യമുള്ള വാക്കുകളാണ് നിൻ്റെ വാക്കുകൾ. നിന്നെ ആരും വില കുറച്ച് കാണുന്നത് പോലെ ഈ സൂര്യൻ നിന്നെ വില കുറച്ച് കാണില്ല. നിന്നിൽ നിന്നിപ്പോൾ കമ്പനിക്ക് 20 കോടിയുടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നന്ദിനി പറയാണ്, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് സൂര്യ സാറിൻ്റെ അച്ഛനോട് പറഞ്ഞ് കേട്ടല്ലോ, കമ്പനിക്ക് 20 കോടിയുടെ നേട്ടം ഉണ്ടായത് കൊണ്ട് തന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾക്കൊക്കെ വലിയൊരു ചിലവ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. അത് കേട്ട ഉടൻ തന്നെ സൂര്യ ചോദിക്കാൻ, അതിനെക്കുറിച്ച് തനിക്കെന്താ? അല്ല സൂര്യ സാർ, ഇപ്പോൾ ഈ കമ്പനിയിൽ ഇങ്ങനെ ഒരു നേട്ടമുണ്ടായ സൂര്യ സാർ ബോണസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, വർഷം ബോണസ് കൊടുക്കാറുണ്ട്, അതുപോലെ വേറെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്, അങ്ങനെ ഓരോന്നിനും സൂര്യ സാർ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത്തവണത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത്. ഞാൻ പറയുന്നത് പൊട്ടബുദ്ധിയാണോ എന്തോന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയുകയാണ്. സൂര്യ സാർ ഒരു കാര്യം ചെയ്യേ, ഈ കിട്ടുന്ന ശമ്പളം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ അധികമായി ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ശമ്പളം അധികം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ പേരിൽ അതൊരു ഒരു അവിടെ എടുത്തു വെക്കും, പിന്നീട് അത് കൂടുതൽ പൈസയായി കഴിഞ്ഞാൽ ഞങ്ങളിലോട്ട് തരും. അതിൻ്റെ പേരാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയും കേട്ടോ. അതെനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. ഒരു മാസം ശമ്പളം കിട്ടുന്നുണ്ട്, അതിന് പുറമെ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആ പൈസ അവരവിടെ ഞങ്ങളുടെ മക്കളുടെ പേരിലോ അല്ലെങ്കിൽ പേരൻസിൻ്റെ പേരിലൊക്കെ ഇട്ട് വെച്ച്
ഞങ്ങൾക്കത് ഒരു വർഷം ഡബിൾക്കാക്കിയിട്ട് ഞങ്ങളുടെ കയ്യിൽ തരൂ. അപ്പം ഞങ്ങൾക്ക് നാളെ മക്കളുടെ ഭാവി ആലോചിച്ച് ടെൻഷനടിക്കും വേണ്ട. അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നാട്ടിൽ ചെയ്യാറുണ്ടെന്ന് പറയാം കേട്ടോ. ഓ, താൻ പറഞ്ഞത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കാര്യമാണല്ലേ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രജ ആകെ ഞെട്ടിപ്പോണ്. ഇതേ സമയം സൂര്യ പറയുന്നത് നല്ല ഐഡിയ ആണല്ലോ. എന്തായാലും കമ്പനിയിലെ സ്റ്റാഫുകളോട് ഞാൻ സംസാരിക്കട്ടെ. ഇന്നേ വരെ ആരും ചെയ്യാത്തൊരു ഐഡിയയാണ് നീ നന്ദിനി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയിലെ സ്റ്റാഫുകളോട് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, നന്ദിനി, ഇതുപോലെയുള്ള പുതിയ പുതിയ ഐഡിയകൾ നീ എനിക്ക് പറഞ്ഞു തരണം. എന്തായാലും നിൻ്റെ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കുകൾ അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് സൂര്യ കമ്പനിയിലെത്താണ്. എന്നാൽ ഈ സമയം നന്ദിനിയെ തലയിൽ തലോടിയിട്ടും കവിളിൽ തലോടിയിട്ടൊക്കെയാണ് സൂര്യ പോകുന്നത്. ഇതേ സമയം ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിച്ച് ഇന്ദ്രജ പത്മയുടെ അടുത്തോട്ട് പോവാണ്. അമ്മേ, എന്തിനാണ് അമ്മ ഇങ്ങനെ ഓരോ ദിവസവും അവളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? ഇപ്പോൾ അവൾ സൂര്യയ്ക്ക് കമ്പനിയെ വലിയൊരു നേട്ടമുണ്ടാക്കി കൊടുത്തു എന്നാലും ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതിന് പുറമെ ഇപ്പോൾ സൂര്യയോട് അവളൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. എന്ത്? അവളാണല്ലോ ഇപ്പോൾ സൂര്യയെയും കമ്പനിയൊക്കെ നിയന്ത്രിക്കുന്നത്. കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് എൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് എന്തായാലും അവൾ ഓരോ ദിവസവും ഓരോന്നാണ് ചെയ്യുന്നത്. എൻ്റെ ഇന്ദ്രജ ഒരു പ്രാവശ്യം അവൾ ജയിച്ചെന്ന് കരുതി എല്ലാത്തിനും ഒരു പ്രശ്നം നീ ഉണ്ടാക്കണ്ട. ഇനി അവൾക്കൊരു വിജയം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം അമ്മ ഇങ്ങനെ പറഞ്ഞു. ഓരോ ദിവസവും അവൾക്ക് മുന്നിൽ തല കുനിക്കുന്ന അവസ്ഥയാണ് നമുക്ക് വരുന്നതൊക്കെ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട്. പിന്നീട് സൂര്യനെ കാണിക്കുന്നത് സൂര്യ കമ്പനിയിൽ ചെല്ലാണ്. അപ്പോൾ സ്റ്റാഫുകളെല്ലാം സൂര്യയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, നമ്മുടെ കമ്പനിക്ക് 20 കോടിയുടെ ലാഭം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളാണ്. ഈ സ്റ്റാഫുകളുടെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടിയ ലാഭം. അതുകൊണ്ട് ഞങ്ങൾ വർഷം ബോണസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ശമ്പളം തരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ലാഭം കിട്ടിയതിന് ഒരു പങ്ക് നിങ്ങളും അതിലൊരു പങ്ക് നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ പണം നിങ്ങളുടെ മക്കളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ പേരിലോ ഇടാനുള്ളൊരു തീരുമാനമാണ് കമ്പനി എടുത്തിരിക്കുന്നത്. അത് കേട്ടോടുകൂടി കമ്പനിയുടെ എല്ലാ സ്റ്റാഫുകളും കൈയടിക്കുകയാണ് കേട്ടോ. സാർ, ഇത് നല്ലൊരു തീരുമാനമാണല്ലോ. ഞങ്ങൾക്ക് ഭാവിയിൽ ഇതിനെക്കുറിച്ച് ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. നിങ്ങളുടെ ഈ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും നിങ്ങൾക്കത് ഇരട്ടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അധികം പണമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് നാളെ പ്രായമാവുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി നിങ്ങൾ നെട്ടോട്ട് പോടണ്ട. അതിനുള്ളൊരു ഐഡിയ ആണ് സാർ. ഇന്നേ വരെ ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങളിൽ വന്നിട്ടില്ല, ഞങ്ങൾക്ക് എവിടെയും കേട്ടിട്ടില്ല. സാർ, ഇത് അടിപൊളി ഐഡിയ ആണല്ലോ. ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് സാർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ, ഇത് ഞാൻ ചിന്തിച്ചതല്ല. എൻ്റെ ഭാര്യ നന്ദിനിയുണ്ടല്ലോ, അവളാണ്, അതായത് എൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത് ഈ കമ്പനിയിൽ പണിയെടുത്ത മാസാമാസം കിട്ടുന്ന ശമ്പളം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കും. പിന്നീട് വല്ല ആവശ്യങ്ങൾ വരുമ്പോൾ അവരിൽ പണം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ ആണ് ചെയ്യുന്നത് എന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് തെറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ കമ്പനിക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു ചെറിയൊരു തുക നിങ്ങളുടെ പേരിലിട്ടിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കടലാസാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ ഇങ്ങനെ വിളിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുകയാണ്. എന്നിട്ട് അവർ പറയണേ, സാറിൻ്റെ വൈഫ് മുഖേനയാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾക്ക് ഈ പണം ചിലവായി പോകത്തേയുള്ളൂ. നാളെ ഒരു സേവിങ്സ് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ സാറിൻ്റെ ഭാര്യ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കൊരു സേവിങ് ആണ്. നാളേക്ക് ഞങ്ങളുടെ ഒരു പണം ഉണ്ടാവുമല്ലോ. ആ ഒരു സേവിങ് പറയാതിരിക്കാൻ വയ്യ. അത്രയും വലിയ വാക്കുകളാണ്. അതുകൊണ്ട് സാറിൻ്റെ ഭാര്യയ്ക്കും ഇതിന് എത്ര നന്ദി ഞങ്ങൾ പറയാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ, ഓ, അതൊന്നും വേണ്ട എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ നന്ദിനിക്കുള്ള ഒരു മുട്ടം പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഈ പറയുന്ന പത്മ. അങ്ങനെ പത്മ എന്ത് ചെയ്യുന്നു, അകത്തോട്ട് കയറിപ്പോഴുക. ഈ സമയം രാജുവും നന്ദിനിയും കൂടി ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പം നന്ദിനി പറയണത്, ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷമാണല്ലോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇവിടെ രാജു അല്ല, ഇപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, അയാൾ പറയണേ, എന്തായാലും മാഡത്തിന് ഇപ്പോൾ ഈ കുട്ടിക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു സൂര്യ സാറിൻ്റെ അടുത്തുള്ള പെരുമാറ്റം കൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്തോന്നറിയില്ല, വല്ലാത്തൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് സൂര്യ സാർ എന്നോട് സംസാരിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അത് മാത്രമല്ല, ഞാൻ കാരണം ഈ വീടിനൊരു നേട്ടമുണ്ടായെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ പത്മ മുകളിലോട്ട് പോകുന്നത്. എന്നിട്ട് സൂര്യയുടെ റൂമിൽ നിന്നും ഒരു അലമാറയ്ക്ക് തുറന്നതിന് ശേഷം അവിടെ ഒന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ വേറൊരു അലമാറ തുറന്നിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഷർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രംഗ കാണിക്കുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ്. രാജു സൂര്യയുടെ റൂമിൽ കയറിയിട്ട് ഈ ഷർട്ടുകളെല്ലാം
അലക്കാൻ വേണ്ടി താഴോട്ട് പോകുമ്പോൾ പെട്ടെന്ന് സൂര്യ മുകളിലോട്ട് കയറി വരികയാണ് ഒരു പാട്ടൊക്കെ പാടി. അപ്പോൾ സൂര്യ ഹലോ ഹലോ രാജുവേട്ടാ ഒന്ന് അവിടെ നിന്നേ. അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ്, താൻ എന്തിനാടോ എൻ്റെ ഈ ഷർട്ട് എടുത്തത്? ഇതെൻ്റെ പ്രണയത്തിൻ്റെ ഷർട്ടാണ്. ഇത് തന്നോട് അലക്കാൻ ആരാ പറഞ്ഞത്? അല്ല, സാറിൻ്റെ ഡ്രസ്സുകൾ അലക്കണം എന്ന് പറഞ്ഞു, അത് അലക്കാൻ വേണ്ടി എടുത്ത. അപ്പോഴേക്കും അയാളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ നന്ദിനിക്കൊരു പണി കൊടുക്കാൻ വിചാരിച്ച പത്മക്ക് അത് തന്നെ തിരിച്ചടിയായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.